നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മെത്തേഡ് ഓവർലോഡിംഗ് ആണ്. ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്. മെത്തേഡ് ഓവർലോഡിംഗ് പോലെ തന്നെ നമ്മൾ ഇൻഹെറിറ്റൻസ് പഠിക്കുന്ന സമയത്ത് മെത്തേഡ് ഓവർ റൈഡിംഗ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട്. ഇത് തമ്മിലുള്ള ഡിഫറൻസ് എപ്പോഴും എക്സാമിന് ചോദിക്കാറുള്ള ക്വസ്റ്റ്യനും കൂടിയാണ്. എന്താണ് മെത്തേഡ് ഓവർലോഡിംഗ്? മെത്തേഡ് ഓവർലോഡിംഗ് എന്ന് പറയുന്നത് രണ്ടോ അതിലധികമോ മെത്തേഡ്സ് നമ്മൾ ഒരു ക്ലാസ്സിൻ്റെ അകത്ത് നമ്മൾ കൊടുക്കുകയാണ്. ആ ക്ലാസ്സിൻ്റെ അകത്ത് കൊടുക്കുമ്പോൾ മെത്തേഡിൻ്റെ നെയിം എന്ന് പറയുന്നത് ആ ക്ലാസ്സിൻ്റെ അകത്തുള്ള എല്ലാ മെത്തേഡ് നെയിമും സെയിം തന്നെ ആയിരിക്കും. പക്ഷെ കൊടുക്കുന്ന ആ മെത്തേഡിൽ പാസ് ചെയ്യുന്ന പാരാമീറ്റേഴ്സുകളെല്ലാം എന്തായിരിക്കും? ഡിഫറെൻ്റ് ആയിരിക്കും. അതാണ് എന്തെന്ന് മെത്തേഡ് ഓവർലോഡിങ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയണമെങ്കിൽ ഇപ്പം ഞാൻ എൻ്റെ ഒരു ക്ലാസ് നെയിം എന്ന് പറയുന്നത് ഓവർലോഡ് ഡെമോ എന്ന് പറഞ്ഞു കൊടുത്തു. അതിൽ ഞാൻ എൻ്റെ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ടെസ്റ്റാണ്. അതിൻ്റെ അകത്ത് ഞാനൊരു പാരാമീറ്റേഴ്സ് ഞാനിവിടെ പാസ് ചെയ്തിട്ടില്ല. സോ ഞാനത് നോ പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രിൻ്റ് ചെയ്യിപ്പിച്ചു. ഇനി എൻ്റെ സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നതും ഞാൻ നെയിം കൊടുത്തിരിക്കുന്നത് എന്ത് തന്നെയാണ്? ടെസ്റ്റ് തന്നെയാണ്. പക്ഷെ അതിൻ്റെ അകത്ത് ഞാൻ ഒരു പാരാമീറ്റർ ഞാനിവിടെ പാസ് ചെയ്തിട്ടുണ്ട്, എ എന്ന് പറയണ പാരാമീറ്റർ. ആ എ എന്ന് പറയണ പാരാമീറ്റർ ഞാൻ പ്രിൻ്റ് ചെയ്യിപ്പിച്ചു. ഇനി രണ്ടാമത് സെയിം തന്നെ മെത്തേഡിൻ്റെയും ടെസ്റ്റ് എന്ന് പറഞ്ഞു കൊടുത്തു. ഇവിടെ ഞാൻ പാസ് ചെയ്യുന്നത് രണ്ട് പാരാമീറ്ററാണ്, എ എന്നും ബി എന്നും പറഞ്ഞ രണ്ട് പാരാമീറ്റർ ഞാൻ പാസ് ചെയ്തു. ആ രണ്ട് പാരാമീറ്റർ ഞാൻ എന്ത് ചെയ്തു? പ്രിൻ്റ് ചെയ്യിപ്പിച്ചു കൊടുത്തു. ഇനി അടുത്തത് ഞാൻ ടെസ്റ്റ് എന്ന് പറയണ അടുത്ത മെത്തേഡ് ക്രിയേറ്റ് ചെയ്തു. പക്ഷേ അതിൻ്റെ അകത്ത് ഞാൻ എ എന്ന് പറയുന്ന പാരാമീറ്റർ തന്നെയാണ് പാസ് ചെയ്തേക്കുന്നത്. പക്ഷേ ആ ടെസ്റ്റ് എന്ന് പറയുന്ന മെത്തേഡിൻ്റെ ഡാറ്റ ടൈപ്പ് എന്തായിരുന്നു ഞാൻ കൊടുത്തത്? ഡബിൾ ആയിരുന്നു. നേരത്തെ കേസിൽ ടെസ്റ്റിൻ്റെ ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് വോയിഡ് ആയിരുന്നു. പക്ഷേ ഇവിടുത്തെ കേസിൽ ടെസ്റ്റിൻ്റെ ഡാറ്റ ടൈപ്പ് ഡബിളായി. അതുപോലെ തന്നെ പാരാമീറ്റർ ഞാൻ കൊടുത്തിരിക്കുന്നത് ഡബിളായിട്ടാണ്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? അത് പ്രിൻ്റ് ചെയ്യിപ്പിച്ചു. അപ്പം ഇവിടെ മെത്തേഡ് ഞാനിവിടെ വോയിഡ് അല്ല ഡബിളാക്കി കൊടുത്തത് കൊണ്ട് അവിടെ എന്തുണ്ടാകും? റിട്ടേൺ ടൈപ്പ് അവിടെ ഫോം ചെയ്യണം. ഇനി ഞാനിവിടെ മെയിൻ ക്ലാസ് ഫോം ചെയ്തു, മെയിൻ ഫംഗ്ഷൻ ഫോം ചെയ്തു. എൻ്റെ ഒബ്ജക്റ്റ് ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേഷൻ ഞാനിവിടെ നടത്തി. അത് കഴിഞ്ഞ് ഞാനിപ്പോൾ ഓരോ മെത്തേഡ്സിനെ ഞാനിവിടെ കോൾ ചെയ്യിക്കാം. അപ്പോൾ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ടെസ്റ്റാണ്. അപ്പോൾ നോർമൽ നോ പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ടെസ്റ്റിനെ ഞാൻ എന്ത് ചെയ്തു? ഇവിടെ കോൾ ചെയ്യിപ്പിച്ചു. എൻ്റെ സെക്കൻഡ് മെത്തേഡിൻ്റെ അകത്ത് ഉള്ളത് ഒരു വാല്യൂസ് ആണ്. അപ്പോൾ ഒരു വാല്യൂ ഞാനിവിടെ ഇട്ട് കൊടുത്തു. രണ്ടാമത്തേൽ രണ്ട് വാല്യൂസ് ഉണ്ടായിരുന്നു. മൂന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഞാനിവിടെ റിട്ടേൺ ടൈപ്പാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എൻ്റെ റിട്ടേൺ ടൈപ്പിന് വേണ്ടി ഞാനിവിടെ വാല്യൂസ് ഫോം ചെയ്തു. ഇനി എന്ത് ചെയ്തു? പ്രിൻ്റ് ചെയ്യിപ്പിച്ചു. അപ്പോൾ എനിക്ക് ആദ്യത്തേത് എന്ന് പറയുന്നത് നോ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നതാണ് ഫോം ചെയ്യുന്നത്. രണ്ടാമത്തേത് എയുടെ വാല്യൂ 10 വന്നു. മൂന്നാമത്തേത് എയും ബിയുടെയും വാല്യൂ 10, 20 എന്ന് വന്നു. ആ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡബിളിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എ ഇൻറ്റു എ ആണ്. ദാറ്റ് മീൻസ് 123.25 ഇൻറ്റു 123.25 ചെയ്യും. അപ്പം നമുക്ക് അതിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂസ് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ എന്തെന്ന് മെത്തേഡ് ഓവർലോഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ മെത്തേഡ് ഓവർലോഡിങ് എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മുടെ മെത്തേഡ് നെയിംസ് നമ്മുടെ ക്ലാസ്സിൻ്റെ അകത്ത് കൊടുക്കുന്ന എല്ലാ മെത്തേഡ് നെയിമും സെയിം തന്നെ ആയിരിക്കും. പക്ഷേ കൊടുക്കുന്ന പാരാമീറ്റേഴ്സ് എന്തായിരിക്കണം? ഡിഫറെൻ്റ് ആയിരിക്കണം.